വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കോമഡി ആണോ ത്രില്ലർ ആണോ രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് എൻ്റർടൈനർ. ഒന്നും പറയാനില്ല. മ്യൂസിക് റിയലി പെപ്റ്റ് ഇറ്റ് അപ്പ്. ഉള്ളിയേരിയുടെ ഞാനിപ്പോഴാണ് ഉള്ളിയേരി കാണുന്നത്. മ്യൂസിക് ഡയറക്ടർ എവിടെ? ഉള്ളിയേരി വാ. ഇല്ല യു ഷുഡ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്. കാരണം മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പം ഉള്ളിയേരിയെ കുറിച്ച് പറഞ്ഞതാണ്. വെരി നൈസ്ലി ഡൺ. 2 മണിക്കൂർ കൊണ്ട് ഒരു നല്ലൊരു എൻ്റർടൈനർ. ഈ രവീന്ദ്രൻ എവിടെ ആയിരുന്നു? ഞാനിപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അല്ല പടത്തിൻ്റെ. ഞാൻ 2-3 പ്രാവശ്യം ഈവൻ പടം നേരത്തെ ഈവൻ കണ്ടതാണ്. അപ്പോൾ ഒരു ഫാമിലി സിനിമ, ഒരു കൊച്ചു സിനിമ, ചെറിയ ചെറിയ നർമ്മ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിയുടെ ഫൺ രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമ. അതെ, നല്ലതായിരുന്നു. ധ്യാനിന്റെ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കയറി വരുന്നത് നല്ല പെർഫോമൻസ്. ഓവറോൾ ഇറ്റ്സ് എ നൈസ് ഫിലിം. ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി മൂവിയാണ്. കുറച്ച് ചിരിക്കാനും നമ്മുടെ ഒരു സിറ്റുവേഷൻസ് വീട്ടിനകത്തുണ്ടായി വരും സിറ്റുവേഷണൽ കോമഡിയാണ്. ഞാൻ ചില ഭാഗത്തൊക്കെ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് കുറേ സ്ഥലത്ത് ചിരിച്ചു. പെർഫോമൻസസ് എല്ലാവരും രസമുണ്ടായിരുന്നു. അതിനെക്കാട്ടിയും ചിരിക്കാൻ കുറേ ഒരു സിറ്റുവേഷൻസ് അങ്ങനെയാണ് ഒരു പ്രത്യേക തരത്തിൽ. അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ കുറേ ആയി ഉണ്ടായിട്ട്. അപ്പോൾ സിറ്റുവേഷൻ കോമഡി ആയതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് കുറച്ച് ചിരിക്കാൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ചെറിയ ഇഷ്യൂസ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നൊരു പ്രേമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫൺ ഫിലിമാണ്. രസമുണ്ട്. ലൈറ്റ് സിനിമയാണ്, ചെറിയ സിനിമയാണ്, പക്ഷെ നല്ല ഒത്തിരി ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. ഷീലു രസമുണ്ട്, നല്ല രസമുണ്ട്. ഷീലു അവസാനത്തെ ഷീലുവിൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ട്, അത് പൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ചെറിയ ചെറിയ തമാശകളുള്ള, എന്നാൽ സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് ചിരിക്കാനുണ്ട് അല്ലേ. അങ്ങനത്തെ നല്ല സിനിമ. എല്ലാ ആർട്ടിസ്റ്റും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. പെർഫോമൻസ് എല്ലാവരുടെയും അടിപൊളിയാണ്. എല്ലാവരും ഇന്നാളെന്ന് പറയാനില്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാനും അസീസും ഷീലും അനൂപേട്ടനും എല്ലാവരും. ഫൺ മൂവിയായിട്ടാണോ ത്രില്ലറാണോ? ഫൺ മൂവിയാണ്. ഒരു ചെറിയ ഒരു ത്രെഡ്, നല്ലൊരു കഥ, അത് ഒരു വളരെ രസകരമായ രീതിയിൽ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നു. മ്യൂസിക് അടിപൊളിയാണ്. അത് ഞാൻ പറഞ്ഞു, മ്യൂസിക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ്. താങ്ക് യു. അസീസിക്കയുടെ എടുത്തു പറയേണ്ടതാണ്. കോമഡി അസീസിക്കയുടെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പടം നല്ലായിരുന്നു. കുറേ ആൾക്ക് ശേഷം അനുമേൻ്റെ ഒരു നമ്മുടെ ഡാൻസേഴ്സ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫാമിലി ഫൺ മൂവി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അസീസിൻ്റെ കോമഡീസൊക്കെ അത്യാവശ്യം നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അത്യാവശ്യം കോമഡി ഉണ്ട്, ചെറിയ ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഫാമിലി കൺഫ്യൂഷൻസ് അതൊക്കെ ഉണ്ട്. അനുമേ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഷോട്ട് അസീസിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ഓവറോൾ ഒരു ഫൺ മൂവി, ഒരു സിമ്പിൾ ക്യൂട്ട് ഫൺ മൂവി. നല്ലായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താവും എങ്ങനെയാവും, കൊളാവോ ഇതാവുന്നത്. ബട്ട് അത് തിയേറ്ററിൽ രസമുണ്ടായതാണ്. കൂടുതൽ കോമഡിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്തത്. അനുമേ നല്ല രസമുണ്ടായിരുന്നു, അസീസ് നല്ല രസമുണ്ടായിരുന്നു, ധ്യാൻ നല്ല രസമുണ്ടായിരുന്നു. ചെയ്തെല്ലാവരും നന്നായി വെച്ചിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി ഉണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടമാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഒന്നിച്ച് കാണാൻ പറ്റിയൊരു നല്ല പടമാണ്. നല്ലൊരു മെസ്സേജും ഉണ്ട്. ടിക്കറ്റിന്റെ പൈസ ലാഭമാണ്. ടിക്കറ്റിന്റെ പൈസ നഷ്ടം വരികയില്ല. സിനിമ നല്ല സിനിമയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിതിൽ അഭിനയിച്ചതാണ്, ഷീലുവിൻ്റെ അമ്മയാണ്. എങ്കിൽ തന്നെയും പറയുമ്പോൾ നമ്മളെന്താ പറയുക, ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ് സിനിമയുടെ രസം വരണത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം കാണുമ്പോൾ അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. ഒരു മൂവി നമ്മൾ കാണാൻ വന്നാൽ എന്തായാലും മനസ്സ് നിറഞ്ഞിട്ട് ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുക. അതാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ, അങ്ങനെയല്ലേ. അല്ലാതെ ഫുള്ളും കണ്ടിട്ട് നമുക്കൊരു ബോറടിയില്ല. സെക്കൻഡ് ഹാഫിൽ തൊട്ടാണ് അതിൻ്റെ ഒരു രസമാണ് വരണത് സിനിമയിൽ. ഇതിൽ സിറ്റുവേഷൻ കോമഡിയാണ്, പിന്നെ നല്ല ഒരു ഫാമിലി എന്റർടൈൻമെന്റ് അങ്ങനെ പറയാമല്ലോ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.